ഹായ് ഫ്രണ്ട്സ്, കുറേ പേര് ചോദിച്ചു നമ്മൾ നാട്ടിൽ വന്നിട്ട് എന്താ ഫിഷിംഗ് വ്ളോഗ്സ് ഇടാത്തതെന്ന്. ഞാൻ അന്ന് പറഞ്ഞില്ലേ ചേട്ടൻ വന്നു കഴിഞ്ഞ് ഇടാമെന്ന്, പക്ഷെ ഒന്നും നടന്നില്ല. അങ്ങനെ നമ്മുടെ കഥാനായകൻ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ പുഞ്ചവരം പറ്റിയിട്ട് ബണ്ടാണിത്. നമ്മൾ അന്ന് എടുത്ത വീഡിയോ അവിടെ പുഞ്ചയിൽ നിന്ന്, ഇതിപ്പോൾ ബണ്ട്. ഞാനും ചേച്ചിയുമായ നാത്തൻസാണ് കേട്ടോ. പിന്നെ എൻ്റെ ആരോമലും എൻ്റെ രതീഷും കൂടെ ഞങ്ങൾ ബണ്ടയിലെത്തി. അവിടെ ഒന്നും കിട്ടാന്ന് വെച്ചാൽ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്കവിടെ എറിയാനൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി. ഞങ്ങൾ റോഡ് വഴി കയറി വേറെ സ്ഥലത്തെത്തി. പക്ഷെ ഇവിടെ കിട്ടുമായിരുന്നു. ഞങ്ങൾ നേരത്തെ വല എറിയുമ്പോൾ ഇവിടെ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പം വെള്ളക്കൂടുതൽ കൊണ്ടാണെന്ന് തോന്നുന്നു ഒന്നും കിട്ടിയില്ല. എനിക്ക് 2 മുക്കുവന്മാരുണ്ട്. ഇപ്പം മനസ്സിലായല്ലോ, കൊച്ചു മുക്കുവനും വലിയ മുക്കുവനും 2 പേരും നല്ല രീതിയിൽ എറിയും. പക്ഷെ ഒന്നും കിട്ടത്തില്ലെന്ന് മാത്രം. ചേട്ടന് കിട്ടും കേട്ടോ. ആരോമൽ പിന്നെ ചേട്ടൻ എറിയുന്നത് കണ്ടെറിഞ്ഞ് ഞാൻ തോന്നും. പിന്നെ ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് ഈ പുഞ്ചയുടെ അങ്ങ് അറ്റത്ത് പോയി. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സ്പെക്റ്റൊക്കെ ചെയ്താണ് പോയത്. പക്ഷേ അവിടെ നമ്മളെ നിരാശരാക്കി. പിന്നെ കണ്ടോ, ഇവിടെയൊക്കെ കൃഷിത്തോട്ടങ്ങളായിരുന്നു. എല്ലാം ഈ വെള്ളം കയറിപ്പോയി. നമ്മളിങ്ങനെ സന്തോഷിക്കുന്നതിൽ പലരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ആരോമൽ അവൻ്റെ സ്റ്റിക്ക് എടുത്ത് മീനെ പിടിക്കാനുള്ള വാശിക്ക് എപ്പോഴാണേലും ആശാൻ, ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആശാൻ തന്നെ ഈ സ്റ്റിക്ക് എടുത്തുകൊണ്ട് വന്ന് വെള്ളത്തിലോട്ട് ഇടുന്നതൊക്കെ കാണാം. പിന്നെ ഒന്നും കിട്ടത്തില്ലെന്നുള്ള ഇതിൽ ഞാനും ചേട്ടനും ചേച്ചിയും തിരിച്ച് പോയി. പിന്നെ ഞങ്ങൾ ബണ്ടേ പോയിരുന്നു കേട്ടോ. അപ്പോൾ ആരോമൽ എന്താ മീൻ കിട്ടിയെന്ന് പറഞ്ഞു. ചേച്ചി വിചാരിച്ചേ ഇവന് മീൻ കിട്ടിയോ, എനിക്കല്ലേ അറിയാം ഇവൻ്റെ പരിപാടി. അവിടെ കിടന്നൊരു മീനെ അവൻ്റെ ചൂണ്ടയൊക്കെ എടുത്തിട്ട് അവൻ പൊക്കി, എനിക്ക് മീൻ കിട്ടിയെന്ന്. പിന്നെ ചേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും മീൻ അടിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് കിട്ടുന്നില്ല. ഭയങ്കര വെള്ളക്കൂടുതലാണ്. ആകെപ്പാട് കിട്ടിയത് ഇതിനെ അവൻ ഞെരിച്ച് കൊല്ലുകയും ചെയ്തു. പിന്നെയും ചേട്ടൻ പറഞ്ഞു എന്തായാലും വന്നതല്ലേ, 2-3 ഏറെ അറിഞ്ഞിട്ടൊക്കെ പോവാമെന്ന്. അങ്ങനെ ആശാൻ ഇങ്ങനെ നോക്കി നിൽക്കുക. നമ്മളോട് പറയും ഇടയ്ക്കിടയ്ക്ക് മിണ്ടല്ലേ മിണ്ടിക്കഴിഞ്ഞാൽ മീൻ പോകുന്നു. നമ്മൾ പിന്നെ ഓൾവേസ് ചിലയായതുകൊണ്ട് മീനൊക്കെ പമ്പ കിടക്കും നമ്മുടെ സൗണ്ട് കേട്ടാൽ. പിന്നെ ചേട്ടൻ ഒന്നും കൂടെ അവിടെ വല വീശി, ഒന്നും കിട്ടിയില്ല. പിന്നെ നമ്മുടെ പുഞ്ചിപ്പോൾ വരാലും കൂട്ടം കണ്ടോ, മൊത്തവും വരാലും കുഞ്ഞായിരുന്നു. പക്ഷെ ചേട്ടൻ പിടിക്കത്തില്ല. കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുന്ന മീനെ ആശാൻ പിടിക്കത്തില്ല. എന്തോ ഒരു സങ്കടമാണെന്ന്.